F is equal to 1 is equal to ഈ ഒരു പ്രശ്നം നിങ്ങൾക്കും ഉണ്ടോ? അതായത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉറക്കം കാരണം നിങ്ങളുടെ പഠനം മൊത്തമായിട്ട് കുളമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് മക്കളെ. കാരണം ഈ വീഡിയോയിൽ നമ്മൾ സയൻറ്റിഫിക്കലി ഈ ഉറക്ക പ്രശ്നം ശരിയാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ്. ഈ വീഡിയോയിൽ ഞാൻ ഒരു 9 കാര്യങ്ങൾ പറഞ്ഞുതരും. ആ 9 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്താൽ ഈ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിൽ ഫസ്റ്റ് കാര്യമാണ് പോസ്ചർ. നേരത്തെ കണ്ട പോലെ തന്നെ ഇങ്ങനെയൊക്കെ കിടന്ന് നിങ്ങൾ ഇരുന്നാൽ പഠിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉറക്കം വരും. ഉറക്കം വന്നില്ലേയുള്ളൂ അതിശയം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു പോസ്ചർ നിങ്ങൾ തീരുമാനിക്കുക. ഒന്നുമില്ല, ഒരു ചെയറിൽ പോയിട്ട് ഇരിക്കുക, പറ്റുമെങ്കിൽ ഒരു ഡൈനിങ് ടേബിളിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കി ബുക്കൊക്കെ വൃത്തിയായിട്ട് വെച്ചിട്ട് ഒരു വൃത്തി ഫീലിങ്ങും വരണം. എന്നിട്ട് നേരൊക്കെ ഇരുന്നിട്ട് പഠിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ സോഫയിലിരുന്നിട്ടോ അല്ലെങ്കിൽ നിലത്തിരുന്നിട്ടോ അല്ലെങ്കിൽ നടന്നിട്ടോ ഒന്നും പഠിക്കേണ്ടതെന്നല്ല. പക്ഷേ നിങ്ങളുടെ മെജോറിറ്റി സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രോപ്പറായിട്ട് ഇരുന്നിട്ട് പഠിക്കണം. ഒരു ബോറടിക്കുന്ന സമയം അല്ലെങ്കിൽ ഭയങ്കര ഒരു ഓവർ ഇങ്ങനെ ഭയങ്കര ഭയങ്കര ബോഡിയൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മെയിൻ പഠിത്തം എന്തായിരിക്കണം? മര്യാദക്കുള്ള പ്രൊഫസറിൽ മര്യാദക്കുള്ള ടേബിളിൽ ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ലൈറ്റ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം നാച്ചുറൽ ലൈറ്റ്, ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് കർട്ടനൊക്കെ തുറന്നിട്ട് ആ ലൈറ്റ് മാക്സിമം കിട്ടുന്ന രീതിയിൽ നോക്കുക. കാരണം അതില്ലെങ്കിൽ നിങ്ങൾ ഡിമ്മായിട്ടുള്ള അത്ര ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഇരിക്കുകയാണ്, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ തന്നെ പറയും രാത്രി ആവാൻ തുടങ്ങി, നമുക്ക് മെല്ലെ മെല്ലെ ഉറങ്ങാമെന്നുള്ള കാര്യം. അപ്പോൾ മാക്സിമം നാച്ചുറൽ ലൈറ്റ് റൂമിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് പഠിക്കാൻ നോക്കുക, അല്ല ആ സ്ഥലത്തിരുന്ന് പഠിക്കാനൊക്കെ നോക്കുക. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മാക്സിമം ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റൊക്കെ ഓണാക്കി വെച്ചാൽ മതി. ഓക്കെ, മാക്സിമം നല്ല ലൈറ്റ് ഓണാക്കുന്നുള്ള ലൈറ്റുള്ള സ്ഥലത്തിരുന്ന് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ തന്നെ ബ്രെയിൻ എന്താണ് മനസ്സിലാവും, ഓക്കെ ഇത് രാവിലെയായി, നമുക്ക് ഉറങ്ങേണ്ട സമയമല്ല എന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ തന്നെ ചെയ്തോളും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ ഓൾറെഡി ഉറങ്ങുന്ന സമയത്ത്, അതായത് രാത്രി ഉറങ്ങുന്ന സമയത്ത് മര്യാദയ്ക്ക് ഉറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതായത് മിനിമം നിങ്ങളൊരു 7 hours എങ്കിലും രാത്രി പ്രോപ്പറായിട്ട് കിടന്ന് ഉറങ്ങുന്നില്ലെങ്കിൽ ഒബ്വിയസ് ആണ് നിങ്ങൾ രാവിലെയുള്ള സമയത്ത് ഉറങ്ങും എന്നുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത് ആ സ്ലീപ്പിൻ്റെ അവേഴ്സ് മാത്രമല്ല, അതിൻ്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാത്രി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം അത്രയും നല്ല ക്വാളിറ്റി സ്ലീപ്പല്ല, രാവിലെ എണീക്കുമ്പോഴും നിങ്ങൾ ടയേർഡാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉറങ്ങുന്ന സമയം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി സ്ലീപ്പ് 7 മണിക്കൂർ കൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് 8 മണിക്കൂറിലേക്കോ 9 മണിക്കൂറിലേക്കോ കൂട്ടാൻ വേണ്ടി നോക്കണം. 9 മണിക്കൂറൊക്കെ കുറച്ച് പരീക്ഷയുടെ സമയത്ത് കൂടിപ്പോവും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ക്വാളിറ്റി 7 മണിക്കൂർ സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉച്ചയ്ക്കൊക്കെയാണ് ഉറക്കം വരുന്നതെങ്കിൽ, അതായത് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ്? നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങുക. അതിങ്ങനെ ഉറക്കം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓവർ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ സമയം പോകും, മാത്രമല്ല ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ കയറുന്നുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങളൊരു 20 to 30 minutes ചെറിയൊരു നാപ്പ് എടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ റിഫ്രഷ് ആയിട്ട് എണീക്കും. എല്ലാവർക്കും ഇത് വർക്ക് ചെയ്യില്ല. കാരണം ഫോർ എക്സാമ്പിൾ എന്നെ പോലത്തെ ഒരാളാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ ഞാൻ കൂടുതൽ ക്ഷീണിതനായിട്ടാണ് എണീക്കുക. പക്ഷേ ചില ആൾക്കാർ, ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഉച്ചയ്ക്ക് എന്താണ് ചെറുതായിട്ടും കിടന്നുറങ്ങിയാൽ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങളതിൽ ഏതാളാണെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് 2 മണിക്കൂറായി പോയാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ സ്ലീപ്പ്, ഓൾറെഡി കിട്ടുന്ന സ്ലീപ്പ് നല്ല രീതിയിൽ കിട്ടണം എന്നുള്ള ഈ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യമാണ് വെള്ളം ഓവർ നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആകെ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആകുന്നുണ്ടോ നോക്കുക. അതായത് വായിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വെള്ളം ഇല്ലായ്മയുടെ ഒരു ദാഹം അത് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വെള്ളം കിട്ടുന്നില്ല എന്നാണ്. നിങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ഇത് ചെയ്യാൻ, പ്രാക്ടിക്കലി ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു 3 കുപ്പിയിലെങ്കിലും വെള്ളം നിറച്ചിട്ട് നിങ്ങൾ പഠിക്കുന്നതിന് അടുത്ത് കൊണ്ട് വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ എടുത്ത് ഇങ്ങനെ കുടിച്ചോളും. മറ്റുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾ അടുക്കളയിലോ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെയാണ് വെള്ളം, അല്ലെങ്കിൽ നിറക്കേണ്ട ഓരോ പ്രാവശ്യം പോയി നിറക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്താണ്, ഓട്ടോമാറ്റിക്കലി മടിയനാണല്ലോ, നമ്മൾ മടിയന്മാരാണല്ലോ എല്ലാവരും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താണ്, അതിന് നിൽക്കുന്നില്ല, അവിടെ വരെ പോകണ്ടേ എന്നുള്ള കാര്യം സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ മൈൻഡ്സിൽ ഫീഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പോയി വെള്ളം കുടിക്കില്ല. ഈ വെള്ളം പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ബോഡി എന്താണ്, ഓട്ടോമാറ്റിക്കലി അതിന് ക്ഷീണം വരും. ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്താണ്, നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്താ, ഉറക്കം. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈഡ്രേഷൻ്റെ കാര്യം, വെള്ളത്തിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും ബെസ്റ്റ് സിമ്പിൾ കാര്യം, ബോട്ടിൽ എടുത്തിട്ട് ഒരു 3 എണ്ണം കുപ്പിങ്ങനെ രാവിലത്തെ നിറച്ചിട്ട് തൊട്ടടുത്ത് വെക്കുക. നിങ്ങൾ തന്നെ കുടിച്ചോളും, ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അഞ്ചാമത്തെ കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യം. ഇപ്പോൾ ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ. കുറേ ഡയറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല, സിമ്പിളായിട്ടുള്ള കാര്യത്രേ ഉള്ളൂ. നിങ്ങൾ ഉച്ചയ്ക്കോ അല്ലെ വൈകുന്നേരമോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, ആ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം കഴിച്ചത് കാരണം നിങ്ങൾക്ക് വലിയൊരു ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രശ്നമുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഉച്ചയ്ക്കോ അല്ലെ വൈകുന്നേരമൊക്കെ നിങ്ങൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്കാതിരിക്കാൻ നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമുക്ക് ഉറക്കം വരുള്ളൂ, പഠിക്കാനെന്നുള്ള മൂഡ് വരില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇന്ന് ചിന്തിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും, പ്രത്യേകിച്ച് ഭയങ്കര ഹെവി ആയിട്ട് ഒറ്റ ടൈം കഴിക്കുന്ന ആളാണെങ്കിൽ
നിങ്ങൾ കുറച്ചുകൂടി സ്പ്രെഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നോമ്പ് നോക്കുന്നവരാണെങ്കിൽ പോലും ഈവനിംഗ് ഉള്ളത് ഒറ്റ ഹെവി മീൽ ആക്കുന്നതിന് പകരം കുറച്ചും കൂടി നിങ്ങൾക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല നിങ്ങൾ സ്നാക്സ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നവരാണെങ്കിൽ അതിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് പഠിക്കുന്ന ദിവസങ്ങളിൽ, നന്നായിട്ട് പഠിക്കുന്ന ദിവസങ്ങളിൽ എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. നെക്സ്റ്റ് കാര്യമാണ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഒരെണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞു, മര്യാദയ്ക്ക് നേരെ നിവർന്നിരിക്കുക. പിന്നെ മറ്റൊരു ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക്. അപ്പോൾ എന്താണ് ഈ പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, നിങ്ങളൊരു 50 അല്ല 60 മിനിറ്റ്, മാക്സിമം ഒരു 1 മണിക്കൂർ നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ ബ്രേക്ക് 10-15 മിനിറ്റിൻ്റെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. എന്നിട്ട് ഈ സൈക്കിൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ആക്ച്വലി പൊമോഡോറോ ടെക്നിക്കിൽ 25 മിനിറ്റ് 30 മിനിറ്റാണ് പഠിക്കേണ്ടത്. പക്ഷേ പരീക്ഷാ ദിവസങ്ങളിലാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ 25-30 മിനിറ്റ് കൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് 50-60 മിനിറ്റ് എന്നുള്ള കാര്യം. ആ രീതിയിൽ പഠിക്കുക, ബ്രേക്ക് എടുക്കുക, പഠിക്കുക, ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ബ്രെയിൻ എന്താണ്, ഫെറ്റീഗ്ഡ് ആയി പോകില്ല, മടുക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഉറക്കത്തിൻ്റെ ആ നീഡ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. മാത്രമല്ല ഈ ബ്രേക്ക് എടുക്കുന്ന സമയവും നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും സ്ട്രെച്ചിങ്ങോ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടി ബോഡി എന്താണ്, ആ ഉറക്കം മൂഡിലേക്ക് പോകാനുള്ള ചാൻസ് കുറഞ്ഞു കിട്ടും. ഈ പഠിക്കുന്ന സമയത്ത് കൂടുതൽ എങ്ങനെയാണ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതിൻ്റെ എഫക്റ്റീവ് ടെക്നിക്സ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ തീർച്ചയായിട്ടും പോയി കാണാം. നെക്സ്റ്റ് കാര്യമാണ് ഈ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ മാത്രമല്ല ഞാനടക്കം ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ്. അതിൽ മെയിൻലി ആരാണ്, സോഷ്യൽ മീഡിയ അല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പരിപാടി ആയിക്കോട്ടെ, യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ഷോർട്സ് വരുന്ന പരിപാടി ആയിക്കോട്ടെ, അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇത് അവോയ്ഡ് ചെയ്യാനും സയൻറ്റിഫിക് ടെക്നിക്സ് ഉണ്ട്, ഈ സ്ലീപ്പ് പ്രശ്നം സോൾവ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അത് പറ്റിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ സാർ വേണമെന്ന് പറയാം, നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഏറ്റവും ബെസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണ് മക്കളെ, അൺഇൻസ്റ്റാൾ ചെയ്യുക. യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്താൽ യൂട്യൂബിലെ ക്ലാസ്സുകൾ മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല, അറ്റ്ലീസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക. എന്നിട്ട് കോൺഷ്യസ്ലി ഒരു തീരുമാനം എടുക്കുക, കുറേ ഞാൻ ഷോർട്സ് നോക്കില്ല, ഇനി നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് വല്ല ആ ബ്രേക്കിൽ, നിങ്ങളുടെ പൊമോഡോറോ ടെക്നിക്കിലുള്ള ബ്രേക്കിൽ നിങ്ങൾ നോക്കുന്നുള്ളതായി ഉറപ്പുവരുത്താം. അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻ വലിയ പ്രശ്നമാണ്. ഇതിങ്ങനെ ഉറക്കത്തിനെ എഫക്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ എന്താ ഡള്ളാവും. കാരണം ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇതിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെയിൻ ഡള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഉറക്കം മൂഡിലേക്ക് നിങ്ങൾ പോകാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഈ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. നെക്സ്റ്റ് കാര്യമാണ് സ്റ്റഡി ടെക്നിക്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ആക്റ്റീവ് ലേണിംഗ്. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ബ്രെയിനിന് വർക്ക് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും പഠിക്കാൻ നിങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, കുറച്ച് മനസ്സിലാവും ഈ വായിച്ചു തന്നെ തലയിൽ കയറിയിട്ടില്ല എന്നുള്ള കാര്യം. അതൊരിക്കലും ചെയ്യരുത്. അതിൻ്റെ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, നിങ്ങൾ പഠിക്കുന്നില്ല ആ സമയത്ത്, മാത്രമല്ല ബ്രെയിൻ പ്രോപ്പറായി വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ബ്രെയിൻ എന്താണ് മെല്ലെ റിലാക്സ് ചെയ്യും, മെല്ലെ ഉറക്കമൊക്കെ വരും. ബ്രെയിനിന് പണി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ബ്രെയിൻ ഉറക്കം മൂഡിലേക്ക് പോകും. അതിനാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എത്രയുള്ളൂ, ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണാം. അത് കണ്ടിട്ടില്ലെങ്കിലും ഇത്രയും മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ, ഓൾറെഡി പഠിച്ച ടോപ്പിക് കൂടി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കരുത്. അതൊന്നെങ്കിൽ എന്ത് ചെയ്യുക, അതിന് ക്വസ്റ്റ്യൻ മാത്രം വായിച്ചിട്ട് ആൻസർ പേപ്പറിൽ എഴുതുക. അല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മാത്രം വായിച്ചിട്ട് എന്തായിരുന്നുള്ള ആൻസർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബ്രെയിനിന് പണി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ എന്താണ്, ആ ഉറക്കം മൂഡിലേക്ക് പോവില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയായി ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറക്കെ പറയുക. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഉറക്കം മൂഡിലേക്ക് ഇങ്ങനെ വരുന്നതെന്ന് തോന്നുകയാണെങ്കിൽ വായിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എഴുതുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഉറക്കം പറഞ്ഞുകൊണ്ട് എഴുതുക. അപ്പോൾ എന്താണ്, ആ ഒരു ഉറക്കം മൂഡ് പോയി കിട്ടും. അത് വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വെറുപ്പിക്കുന്ന രീതിയിലാവാതിരിക്കാൻ വേണ്ടി ഒന്ന് നോക്കാം, അത്രേ ഉള്ളൂ. ഇതിൽ ലാസ്റ്റ് കാര്യം, 9ാമത്തെ അവസാനത്തെ കാര്യമാണ്, അത് ഓപ്ഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. നിങ്ങൾ കോഫിയോ അല്ലെങ്കിൽ ചായയൊക്കെ, അത് കെഫീൻ കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ ഓൾറെഡി കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളത് മോഡറേറ്റ്ലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാവിലെ കുറച്ച് കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളത് ബുദ്ധിപരമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി ആ ഉറക്കത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കി കിട്ടും. അത് എപ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഉറക്കം വരുന്നതിൻ്റെ തൊട്ട് മുൻപ് നിങ്ങൾ കോഫി കുടിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 1-2 മണിക്കൂർ മുമ്പ്, എപ്പോഴും ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഉച്ച സമയത്താണ് നിങ്ങൾക്ക് ഉറക്കം പൊതുവെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ ഒരു 9 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക്, നോമ്പുള്ളവർക്ക് ഒബ്വിയസ്ലി പറ്റില്ല, അല്ലാത്തവർക്കാണ് പറ്റുക. അപ്പോൾ ആ ഒരു 9 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്കൊക്കെ നിങ്ങൾ ഈ കോഫി അല്ലെങ്കിൽ ചായ എന്താണ് നിങ്ങൾ കുടിക്കുന്നത് അത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഉച്ചയ്ക്ക് ആ ഉറക്കമൊക്കെ കുറച്ച് ഒഴിവായി കിട്ടും. നിങ്ങൾ വൈകുന്നേരം ലേറ്റായിട്ട് 7-8 അല്ലെങ്കിൽ 9 മണിക്ക് ശേഷമൊക്കെ ഇങ്ങനെ കോഫി കുടിക്കാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ രാത്രിയത്തെ ഉറക്കത്തിന് അത് മോശം രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ ഓവർ ഈവനിങ് ടൈം നിങ്ങളിങ്ങനെ കോഫിയും ചായയൊന്നും കുറേ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ. എല്ലാം സയൻറ്റിഫിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള, സയൻറ്റിഫിക്കലി വർക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ആകെ നിങ്ങൾ നോക്കേണ്ടത് ഈ 9 കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നില്ല എന്ന് നോക്കുക. ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സാർ 5 കാര്യങ്ങളാണോ ഞാൻ ചെയ്യാത്തത്, 6 ആണെങ്കിൽ 6 എന്നുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എന്നിട്ട് അത് ഓരോന്നായിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്തോ. അങ്ങനെ നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ ഈ പരീക്ഷയുടെ സമയത്ത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതകാലവും ഇങ്ങനെ കുറേ പണി ചെയ്യേണ്ടവരാണ് നിങ്ങൾ, അല്ലേ? എന്ത് പണിയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യേണ്ടവരായിരിക്കും. അവിടെയൊക്കെ ഈ ഒരു ഉറക്ക പ്രശ്നം വരും.
ഞാൻ വരെ പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് ഈ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കണ്ടേ, നല്ല ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊരു ശീലമായിട്ട് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ഈ സ്കൂൾ ടൈമിൽ ഈ ഒരു സമയത്ത് ശീലമായിട്ട് ഉണ്ടാക്കാനാണ്. അത് ആ ഒരു രീതിയിലും കൂടെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ 100% ഉറപ്പ് പറയുകയാണ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ പരീക്ഷയിലുള്ള സ്കോറിൽ മിനിമം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മാത്രം ഒരു 5% എന്തായാലും നിങ്ങളുടെ സ്കോർ കൂടും. മാത്രമല്ല ലൈഫിൽ അതിനേക്കാളും വലിയ സ്കോറല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്രേ പറയുന്നുള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.